ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ബെഡ്ഷീറ്റ്, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ്. അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കത് ഡബിൾ ബെഡ്ഷീറ്റ് ആക്കാൻ പറ്റുന്നതെന്നാണ്. നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കട്ടിലൊക്കെ ഒരുമിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും മെത്തയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് അഥവാ ഡബിൾ ബെഡ്ഷീറ്റ് മേടിച്ചാൽ പോലും അതിടാൻ തികയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ നീളം കൂടിയ ഭാഗത്തോട്ട് വേറൊരു സാരിയോ അല്ലെങ്കിൽ ഒരു ഷോളോ എടുക്കുക. നല്ല നീളമുള്ള ഒരു ഷോളായിരിക്കണം, അല്ലെങ്കിൽ സാരി എടുക്കുക. സാരി എടുത്തിട്ട് സാരിയുടെ നീളം കൂടിയ ഭാഗത്തോട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി ഇതൊന്ന് രണ്ടായിട്ട് കട്ടാക്കി എടുക്കണം. ബെഡ്ഷീറ്റിന് നീളം കൂടുതലായതുകൊണ്ട് വീഡിയോയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ നല്ല ഭാഗങ്ങൾ അകത്തോട്ട് വരത്തക്ക രീതിയിൽ ഇതുണ്ടോ. ഇപ്പോൾ ഈ രണ്ട് ഭാഗവും അകത്തോട്ടല്ലേ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള കളറുകളൊക്കെ എടുത്താൽ നന്നായിട്ടിരിക്കും. ഇനി ബെഡ്ഷീറ്റിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നീളത്തിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നീളത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കളറൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും, ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് ഇതെടുത്തതേ ഉള്ളൂ. കളറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഷീറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു കളറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സാരിയോ ഷോളോ എടുത്താൽ കൂടുതൽ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഞാനിത് ഇനി ബെഡ്ഷീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ബെഡ്ഷീറ്റിൽ നമ്മൾ എടുത്ത ആ സാരിയുടെ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നല്ല വസ്തുവായിട്ട് തിരിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിൽ കിട്ടും. അങ്ങനെ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. വിരിച്ചിടുമ്പോഴത്തേക്കും ഇത് വേറൊരു ക്ലോത്ത് അറ്റാച്ച് ചെയ്താന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല, അത്രയ്ക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഷീറ്റിന് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളറ് സാരി അല്ലെങ്കിൽ ഷോള് തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.